ലവ് മാരേജ് ആയിരുന്നല്ലോ. അപ്പൊ അതിലെ തീരുമാനമായില്ലേ? ഞങ്ങൾ ചോദിക്കാതെ പറയാണ് ആയിരുന്നല്ലോ. അല്ല ഇനിയിപ്പോ ആണെന്ന് പറഞ്ഞാലും സാരില്ല എന്ന്. ഞാൻ എന്താ വിചാരിച്ചിട്ട്, നിങ്ങൾ എവിടെയോ സ്റ്റേജ് ഷോയിൽ ഒരുമിച്ച് ഇങ്ങനെ ട്രിപ്പ് പോയി, അവിടെ വെച്ച് നിങ്ങൾ കല്യാണം അല്ല പ്രേമിച്ചു, പിന്നെ നാട്ടിൽ വന്ന് കല്യാണം കഴിച്ചു. ഭയങ്കര രസമുള്ള എന്നെ പറയായിരിക്കുന്നല്ലേ, ട്രിപ്പ് അല്ല, പുറത്തല്ല, നാട്ടിൽ തന്നെയുള്ള പ്രോഗ്രാം. നാട്ടിൽ തന്നെ. എന്തായിരുന്നു, എവിടെയായിരുന്നു ആദ്യം കണ്ടത്? ചങ്ങരംകുളം. അപ്പൊ ഞാൻ എൻ്റെ ഫാദർ ഒരു ഡ്രാമാറ്റിസ്റ്റാണ്. അപ്പൊ ഞാൻ എല്ലാ സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളെ ചെയ്തോണ്ടിരുന്നത്. പിന്നെ ഫാദറും അതേ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ. അപ്പോൾ ആ കാറ്റഗറിയിൽ ഞാൻ പോകണം. അപ്പോൾ എൻ്റെ സിസ്റ്റർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മിമിക്രി ഒക്കെ ചെയ്യുന്നവരോട് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഈ പ്രോഗ്രാമിന് ചെന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഒരാൾ എന്ന് വെച്ചാൽ ഞാൻ എക്സെപ്റ്റ് ചെയ്തതിനേക്കാളും വേറെ ഒരു രീതിയിൽ ബിഹേവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പോകണം. അപ്പോൾ സിസ്റ്റർക്ക് ഭയങ്കര വിഷമം. ഞാൻ ഇങ്ങനെ ഒരാളെ ഇല്ല പ്രതീക്ഷ എന്ന് പറയുന്നത് ഭയങ്കര വിഷമം ആൾക്ക്. പക്ഷെ എനിക്ക് നേരെ ഓപ്പോസിറ്റാണ്. അതുവരെ കാര്യം ആൾ കുഴപ്പമില്ല, അങ്ങനെ ഞാൻ വിചാരിച്ച പോലെയല്ല, അങ്ങനെ പോയി. അപ്പോൾ പ്രോഗ്രാമിൻ്റെ അന്നത്തെ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, നവാസ്കയാണ് അത് ഇത് ഷോ. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഒരു രംഗപൂജ പോലെ ഒരു ഡാൻസ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു പാട്ടുണ്ട്, അത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത സ്കിറ്റിന് കയറണം. അപ്പോൾ അപ്പോൾ ഞാൻ അതുവരെ സ്കിറ്റ് ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ ഞാൻ ഈ ഫസ്റ്റ് ഡാൻസ് കഴിഞ്ഞ് ഇറങ്ങിപ്പോയി ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സ് ഇട്ടിരുന്നേ, ക്ലാസിക്കൽ. അപ്പോൾ അറിയാമല്ലോ അതിൽ ഒരുപാട് കുനിഷ്ടകളുണ്ടല്ലോ അതിനകത്ത്, അത് കെട്ടിവെച്ചത് അഴിക്കാൻ വലിയ പാടാണ്. അപ്പോൾ എല്ലാം ലോക്ക് ചെയ്തത് കംപ്ലീറ്റ് ഒരു സോങ്ങിന്റെ ഗ്യാപ്പിൽ പറഞ്ഞപ്പോൾ അതെന്താ ഞാനിപ്പോഴൊക്കെ നമ്മള് അവിടെ നാട്ടിലൊക്കെ ഡാൻസ് ഒക്കെ അടുപ്പിച്ച് ചെയ്യണം, സെക്കൻഡ്സിനകത്ത് ചേഞ്ച് ചെയ്തൊക്കെ വരാറുണ്ട്. ഒരു സോങ് ഫുള്ള് ധാരാളം. അപ്പൊ അങ്ങനെ നമ്മൾ ചാർട്ട് ചെയ്തു. ഇത് ചെയ്ത് ഡ്രസ്സ് കുടുങ്ങിപ്പോയി, ഒരു തരത്തിലും പറ്റില്ല. അപ്പൊ കൽപ്പന ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞ എന്താ മോളെ, ചേച്ചിയാണെങ്കിൽ പ്രഗ്നന്റ് ആയിട്ട് നേരെ വയറുമായിട്ടിരിക്കുക. അപ്പൊ ചേച്ചി എന്ത് ചെയ്യുമ്പോളെ, ഞാൻ ഒരു രക്ഷയില്ല. അങ്ങനെ പാട്ട് മൊത്തം കഴിഞ്ഞു. ചേച്ചി എവിടുന്നോ ഒരു ചെറിയൊരു ബ്ലേഡ് കിട്ടി, ഒന്നുമില്ല, അതുകൊണ്ട് കട്ട് ചെയ്ത് അപ്പോഴത്തേക്കും സ്കിറ്റ് അവിടെ കയറി കഴിഞ്ഞു. നായകനും നായികയും തമ്മിലുള്ള ഒരു സ്കിറ്റാണ്. അപ്പോൾ സുധീഷ് ചേട്ടൻ നായകനായിട്ട് ചെയ്യണം, ഞാൻ നായികയായിട്ട് ചെയ്യണം. അപ്പോൾ സുധീഷ് ചേട്ടനും ഡയറക്ടറും ക്യാമറമാനും എല്ലാവരും കയറിയിട്ട് നായിക വരുന്നില്ല. അപ്പം ഞാൻ കേൾക്കുന്നുണ്ട് ഈ നായിക എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഭയങ്കര ജാടയായിരിക്കും. ഞാൻ അതൊക്കെ എന്നിട്ട് ഡ്രസ്സ് വേഗം ചേഞ്ച് ചെയ്ത് ഒരു ലെഹങ്ക എടുത്തു, കാതിൽ കമ്മലിട്ടിട്ടില്ല, മാലിട്ടിട്ടില്ല, വളയിട്ടില്ല. ഓടണേൻ്റെ ഇടയ്ക്ക് കൽപ്പന ചേച്ചി വേഗം ചേച്ചിയുടെ കൈ കിടന്നിരുന്നു, ഒരു 2 വള എടുത്ത് എൻ്റെ കയ്യിലേക്ക് ഇട്ട് തന്നു. ഞാൻ ഓടിപ്പോകുമ്പോൾ നവാസ്ക, ഞാൻ ഡോറ് തുറക്കൽ നവാസ്കേനെ കുറേ വഴക്ക് പറഞ്ഞു. അത് എന്തൊക്കെ എൻ്റെ ചെവി മൊത്തം അടഞ്ഞു പോയി, എക്സ്പ്രഷൻ മാത്രം അത്ര ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു. കാര്യം എന്താ വെച്ചാൽ ഒരു ഇത് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഓടിയാ കയറിയത്. അതായിരുന്നു ഫസ്റ്റ് ഞങ്ങളുടെ ആദ്യം ഫ്ലവർ കൊടുത്തിട്ടല്ലേ, മുഖത്ത് പല മിന്നി പറയുന്ന ഭാവം കേട്ട് പേടിച്ചു. അന്ന് വെറുപ്പ് തോന്നണ്ടല്ലേ, പിന്നെ എങ്ങനെ ഇഷ്ടം തോന്നി? അല്ല ഞാൻ കേട്ടില്ലല്ലോ, ചെവി മൊത്തം അടഞ്ഞു പോയില്ലേ. അതിനുശേഷം പിന്നെ എന്നാണ് നവാസിക്ക് ഒരു ഇഷ്ടം തോന്നി? അല്ല അങ്ങനെയല്ല, അയ്യോ അതൊക്കെ നമ്മൾ അന്ന് കണ്ടു പരിചയപ്പെട്ടു പോയി. ഞങ്ങള് ഫിലിം ഒരുമിച്ച് ചെയ്തു, നീലാകാശം എന്ന് പറയുന്ന നമ്മൾ ഒരുമിച്ചുള്ള പടമായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ബ്രദർ നിയാസ് ഓൾറെഡി അതിനകത്തൊരു എപ്പോഴും വരാറുണ്ട്, പിന്നെ ചെറിയ വേഷമൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എനിക്കൊരു പ്രപ്പോസൽ നടക്കുന്നൊരു സമയമാണ്. എൻ്റെ ചേട്ടൻ വളരെ നേരത്തെ കല്യാണം കഴിച്ചാളാണ്. അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എല്ലാം കൊണ്ടും കംഫർട്ടബിൾ ആയിട്ടുള്ളത് വെച്ചാൽ വാപ്പ ഡ്രാമാറ്റിസ്റ്റ്, എൻ്റെ ഫാദർ ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കലാകുടുംബം നല്ലതായിരിക്കും. നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന അങ്ങനെ അത്രേ ഉള്ളൂ കേട്ടോ. അതാവുമ്പോൾ നമ്മൾ സംസാരിച്ചു, ചേട്ടൻ തന്നെയാണ് സംസാരിക്കുന്നത്. സംസാരിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് കല്യാണം നടക്കുന്നത്. കാരണം ഒരു സിസ്റ്റർ ഉണ്ട്, 3 years സ്വപ്ന എന്ന സിസ്റ്റർ ഉണ്ട്. അപ്പോൾ അവരുടെ സംഭവങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ വെയിറ്റ് ചെയ്തു. അങ്ങനെ എന്തായാലും നിങ്ങളുടെ ഈ ഒരു 18 വർഷത്തെ ദാമ്പത്യ ജീവിതവും പിന്നെ അതിനിടയിലുള്ള ഈ സ്നേഹം അതെല്ലാം അടിപൊളിയായിട്ട് പോകുന്നു. പക്ഷെ ഈ റെഹന ചേച്ചിയെ നോക്കിക്കൊണ്ട് ഒരു പാട്ട് പാടാൻ നമ്മളെന്നല്ല ആര് പറഞ്ഞാലും പെട്ടെന്ന് ഏതൊരു പാട്ടായിരിക്കും മുഖത്ത് നോക്കി പാടാൻ പറ്റുന്നത്? മുഖസ്തുതി അല്ലേ? മുഖസ്തുതി. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ, ദുഃഖ
ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. എത്ര എരിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. എത്ര എരിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ. എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. സ്നേഹാണോ നവാസുക്ക്? അല്ല, ഞാൻ ആക്ച്വലി ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയാണ്. കാര്യം ഇനി ഇതിന്റെ പാരഡി പാടും. പൂമുഖവാതിൽക്കൽ പൊട്ടിച്ചിരിക്കുന്ന പൂതനയാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിന കൊലക്കത്തിയാക്കുന്നു ഭാര്യ. അല്ല, നവാസ് എന്ത് പാടിയാലും പാരഡി പാടും. അതാണ് ചേച്ചി. നവാസൊക്കെ ഭയങ്കര റൊമാൻറ്റിക് ആയി നോക്കുന്നു, താടയ്ക്ക് വിടും. പക്ഷെ ചേച്ചി ഈശ്വര അടുത്ത സാധനം എന്താണ് വരുന്നത് പേടിയാ കണ്ടില്ല. ഞാൻ വിചാരിച്ചു ചേച്ചിക്ക് എന്താ പറ്റി, മുള്ളു ഒത്തുന്നുണ്ട്. സ്നേഹവും പിണക്കൊക്കെ വേണം അല്ലേ? അതെല്ലാം വേണം. ചട്ടിയും കലവുമായാൽ തട്ടിയും മുട്ടിയിരിക്കണം എന്നുള്ളതാണ്.